ഹലോ, ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണേ. അങ്ങനെ ഇതാ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച ഒരു ഉരുളക്കിഴങ്ങാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം സബോള കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 2 ചെറിയ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക, വട്ടത്തിലരിഞ്ഞിട്ട്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഒരു ദോശമാവിൻ്റെ ഒക്കെ കട്ടിയിലാണ് ഇളക്കിയെടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഈ ഒരു പരുവത്തിലാണ് മാവ് എടുക്കേണ്ടത്. അങ്ങനെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കറുത്ത എള്ളു കൂടെ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പരത്തി ദോശയുടെ ഒക്കെ ആകൃതിയിലാക്കി ചുട്ടെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ചെറുതീയിൽ വേണം അടച്ചു വെച്ച് വേവിക്കാൻ. ഇനി ഒരു ഭാഗം വെന്ത് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട്, ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. അങ്ങനെ ഇതാ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അടിപൊളി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ രാവിലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അങ്ങനെ ഇതാ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുമേ, അടിപൊളി ടേസ്റ്റാണ്. മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റുമാണ്, കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.